ഹായ്, ഈ പുഴയും കടന്ന സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂ നോക്കിയാലോ. ജയപാലിൻ്റെ മകൻ വിശാലിനെതിരെ പരാതിയുമായി യമുനയും കാവേരിയും പോലീസ് സ്റ്റേഷനിലെത്തുന്നു. SI ജയപാലിനെയും മകനെയും പെട്ടെന്ന് സ്റ്റേഷനിലെത്താൻ പറയുന്നു. ആരുടെ അടിയന്തരത്തിനാടോ പെട്ടെന്ന് വരാൻ പറഞ്ഞതെന്ന് SIയോട് ചൂടാവുമ്പോൾ, എൻ്റെ ആവശ്യത്തിനാ ജയപാല സാറേ എന്ന് പറഞ്ഞ് കാവേരി എണീക്കുന്നു. ഓ, എവളാ, എന്ത് പുതിയ കേസാ എന്നൊക്കെ ചോദിച്ച് ആക്ഷേപിക്കുന്നു. കേസ് പഴയത് തന്നെ എന്ന് കാവേരി പറയുമ്പോൾ വിശാലിനകത്തേക്ക് കൊണ്ടുവരാൻ SI പറയുന്നു. എന്നാൽ ജയപാലൻ നടന്ന കാര്യമെല്ലാം തത്തമ്മ പറയും പോലെ പറഞ്ഞു. അയ്യോ, ഞാനതിന് ഒരു പാസ്പോർട്ട് ക്ലിയറൻസിന് വേണ്ടി വന്നതല്ലേ ജയപാല സാറേ. ഒരു പെണ്ണിൻ്റെ ദേഹത്ത് കൈവയ്ക്കുന്ന മകനോ അതിന് കൂട്ടി നിൽക്കുന്ന ഇയാളെപ്പോലുള്ള അച്ഛനോ പണത്തിൻ്റെ കൊഴുപ്പിൽ സിസ്റ്റം തന്നെ മാറ്റി എഴുതുന്ന ഉദ്യോഗസ്ഥരോ ആരും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് എൻ്റെ അനിയത്തി അയക്കാൻ വേണ്ടി. ഇതിപ്പോൾ എല്ലാം തത്ത പറയും പോലെ എന്തിനാ ജയപാലൻ സാറ് പറയുന്നത്? എടോ, ഞാൻ എന്താ പറഞ്ഞത്? അതിന് അന്ന് എൻ്റെ മോൻ അവിടെ സ്കൂളിലുണ്ടായിരുന്നല്ലോ, കോളേജിലുണ്ടായിരുന്നു. മാത്രമല്ല അതിന് ടീച്ചേഴ്സും കുട്ടികളും എല്ലാം സാക്ഷികളാണെന്നു. ഓഹോ, അപ്പോൾ സാക്ഷികളെയും റെഡിയാക്കിയോ സാറേ? ഈ സമയം വിശാലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരുമായി നമ്മുടെ നിവിൻ അവിടെ എത്തുന്നു. പോലീസ് സ്റ്റേഷനിൽ ഷോ കാണിച്ചാൽ നിൻ്റെ എല്ല് ഞാൻ ഒടിക്കുമെന്ന് SI പറയുന്നു. രാജേശ്വരി മാഡത്തിൻ്റെ മകനും നല്ല കുടുംബത്തിൽ പിറന്ന ഒരു കുട്ടിയുമാണെന്ന് കരുതിയാണ് നിന്നോട് ഞാൻ ഇതുവരേക്കും ക്ഷമിച്ചത്. അയ്യോ സാറേ, അത്തരത്തിലുള്ള ക്ഷമയൊന്നും എനിക്ക് വേണ്ടല്ലോ. നല്ല കുടുംബത്തിൽ പിറന്നവന് ഒരു നിയമം, പാവപ്പെട്ടവർക്ക് വേറൊരു നിയമം. അതെനിക്ക് വേണ്ട സാറേ. അത് ശരി, അപ്പം സാറ് പാവപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, ഞാൻ ഇതിൻ്റെ മുകളിൽ ആളുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് നമ്മുടെ കാവേരി പറയുമ്പോൾ SI ജയപാലിനോട് രഹസ്യമായി പറയുന്നു. എടോ, ഞാനും തൻ്റെ മോനും അതിൻ്റെ കൂടെ കൂട്ടുനിന്ന് താനും അകത്താവും. അത് ആലോചിക്കാൻ പോലും എനിക്ക് വയ്യ കേട്ടോ. ഇത് കേസ് വേറെയാ എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് വേണമെന്ന് ചോദിക്കടോ എന്ന് പറയുന്നു. അപ്പോൾ കാവേരി പറയും, എനിക്കിപ്പോൾ ഒന്നും വേണ്ട സാറേ, സാറിൻ്റെ കൈയും കാലും ഒന്നും എനിക്ക് വേണ്ട. പക്ഷേ അത് ഈ കാവേരി ഒരു ദിവസം എൻ്റെ വസ്തു തട്ടിച്ചെടുത്തതിന് മറുപടി ചോദിച്ചിരിക്കും. ഇത് കാവേരിയുടെ വാക്കാ. പക്ഷേ ഇപ്പോൾ എൻ്റെ അനുജത്തിക്കെതിരെ തൻ്റെ മോൻ്റെ പേര് വെച്ച് പോലും ഒരു കേസ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിനീതേട്ടൻ്റെ പേരിൽ താൻ കൊടുത്ത കള്ള കേസ് മാത്രം ഒഴിവാക്കിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഈ 2 സാക്ഷികളെയും കൂട്ടി മുകളിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പരാതി പിൻവലിക്കുന്നു. എന്നിട്ട് വിനീതിനെ വിടുന്നു. വിനീത് നേരെ വന്ന് 2 പേരും പരസ്പരം ഒന്നിങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. എൻ്റെ പുന്നാര മനുവരൻ എവിടെയാടാ എന്ന് ചോദിക്കുമ്പോൾ അവൻ നേരത്തെ പോയി വെച്ചാൽ ഞങ്ങളെ കാണാതെ തന്നെ പോയെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ 2 പേരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യമുന പറയുന്നു, ചേച്ചി ഒരു നിമിഷം, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വിശാലിൻ്റെ അടുത്തേക്ക് പോകുന്നു. നീ എന്നെ ഒരു നിമിഷമെങ്കിലും സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷേ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് കരയുന്നു. അപ്പോൾ വിശാലിൻ്റെ മുഖത്ത് ഒരു പുച്ഛഭാവം വരുന്നു. നേരെ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇപ്പോൾ ഞാൻ ഇവിടെ തന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്നോടുള്ള ഇഷ്ടം ഒരു പൊട്ടെങ്കിലും കിടന്നേനെ. പക്ഷേ ഇപ്പോൾ ഇത് മുഴുവനും മാറി എന്ന് പറഞ്ഞിട്ട് സന്തുഷ്ടയായതുപോലെ തിരിച്ചു നടക്കുന്നു. എന്നാൽ ജയപാൽ ഇതെല്ലാം കണ്ട് ജയപാലിൻ്റെ മുഖത്തിങ്ങനെ നോക്കുന്നുണ്ട്. ജയപാൽ രൂക്ഷമായി അവർ നോക്കുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി വീട്ടിൽ വരുമ്പോൾ ഓടിച്ചെന്ന് രാധമ്മയും ശാരദയും എല്ലാവരുമായിട്ട് മോനെ എന്ന് പറഞ്ഞിട്ട് അവരെ സ്വീകരിക്കുന്നു. ഗംഗയെ ഇതാരും നോക്കിയെന്ന് പറയുമ്പോൾ ഗംഗ വരുന്നു. ഗംഗ സന്തോഷത്താൽ കണ്ണു നിറഞ്ഞ് ഞാനിത് സ്വപ്നമല്ലല്ലോ കാണുന്നതെന്ന് ചോദിച്ച് പരസ്പരം കണ്ണിൽ നോക്കി നിൽക്കുന്നതോടുകൂടി ഇന്നത്തെ സീരിയൽ അവസാനിക്കുന്നു. ബൈ, നാളെ